ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. താവൻ മാംസവപാകരാളവപുഷം ഘോരാന്ധ്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവഃ സർവേ ശർവവിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷത. ഭഗവാൻ ഇത്രയൊക്കെ ആ ഒരു സദസ്സിൽ ചെയ്തിട്ടും ഭഗവാൻ അങ്ങോട്ട് തൃപ്തിയായില്ല. ഇവിടെ പറയാണ് താവൻ മാംസവപാകരാളവപുഷം. താവത് മാംസവപാകരാളവപുഷം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് താവൻ മാംസവപാകരാളവപുഷം. താവത് ആ സമയത്ത്, മാംസവപാകരാളവപുഷം മാംസത്താലും അതേപോലെ തന്നെ മറ്റുള്ള ശരീരഭാഗങ്ങളുടെ അവശിഷ്ടങ്ങളാലും ദേഹമാകെ അങ്ങനെ രക്തത്തിൽ കുളിച്ചു നിന്നിരുന്ന, ദേഹത്തെ രോമങ്ങളൊക്കെ ആ രക്തത്താൽ അങ്ങനെ അസുര രക്തത്താൽ നനഞ്ഞു കുതിർന്നു നിന്നിരുന്ന ആ രൂപം, വപുഷം, ആ രൂപം ഘോരാന്ത്രമാലാധരം, വളരെ ഘോരമായിട്ടുള്ള കുടൽമാലകളൊക്കെ അങ്ങനെ ധരിച്ച്, കഴുത്തിലൂടെയൊക്കെ ഈ അസുരന്മാരുടെ കുടൽമാലകൾ എടുത്തിട്ട് വളരെ ഭീതിതമായ ഒരു രൂപത്തിലായിരുന്നു ഭഗവാൻ. ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം. ത്വാം അവിടുന്ന് മധ്യേ സഭം, ആ സഭാമധ്യത്തിൽ ഇദ്ധരോഷം ഉഷിതം, ഇദ്ധരോഷം ആ വർദ്ധിച്ച കോപത്താൽ, ആ കോപം ഇപ്പോഴും ഭഗവാന്റെ അങ്ങോട്ട് അടങ്ങാതെ ആ സഭാമധ്യത്തിൽ ഭഗവാൻ വർദ്ധിച്ച കോപത്തോടുകൂടി ഉഷിതം ഇരുന്നരുളുന്നവനായിട്ടുള്ള, അല്ലയോ ഭഗവാനെ, ദുർവാരഗുർവാരവം, ആ ഭഗവാന്റെ വെറുതെ ഇരിക്കുകയല്ല, ആ കോപം മൊത്തം ദുർവാരഗുർവാരവം, ആരവം എന്ന് പറഞ്ഞാൽ ശബ്ദം, ആ ഘോരമായിട്ടുള്ള ഗർജന ശബ്ദത്താൽ സഭ അപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഈ കണ്ട കാഴ്ചകളൊന്നും വിശ്വസിക്കാനാവാതെ ആ സഭയിലുള്ളവരും പ്രഹ്ലാദനും നിൽക്കുന്നുണ്ട്. അവിടെ കണ്ട രാക്ഷസന്മാരെയൊക്കെ ഭഗവാൻ പിടിച്ചു തിന്നു, ഹിരണ്യകശിപുവിനെ കൊന്നു. അതിനുശേഷം രക്തത്താൽ അങ്ങനെ തൻ്റെ ദേഹത്തെ രോമങ്ങളാകെ നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടുമാകാതെ, അങ്ങോട്ട് കോപമടങ്ങാതെ അവരുടെയൊക്കെ ആ കുടൽമാലയെടുത്ത് കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ഘോരമായ രൂപത്തോടുകൂടി ഉഗ്രമായി ഗർജിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ ഒരു ഗർജനം ആ സഭയിലാകെ അങ്ങനെ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്നു. അഭ്യേതും ന ശശാക കോപി ഭുവനെ. അഭ്യേതും എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അടുത്തോട്ടൊന്ന് വരാൻ, ഇത്രയും അങ്ങ് കോപത്തിൽ ഇരിക്കുന്നു, അങ്ങയുടെ ആ ഒരു ഗർജനം സഭയെ ആകെ വിറങ്ങലിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവിടുത്തെ അടുത്തേക്ക് വരാൻ ന ശശാക, ആർക്കും ധൈര്യമുണ്ടായില്ല, ശക്തി ഉണ്ടായില്ല. കോപി ഭുവനെ, ഈ ലോകത്തിൽ ഒരുത്തർക്കും, കഹ അപിയാണ് കോപി, ആർക്കും തന്നെയും അവിടെ ഈ ഭുവനത്തിൽ ശക്തിയുണ്ടായില്ല. ദൂരെ സ്ഥിത ഭീരവ, ദൂരെ സ്ഥിത, ദൂരെ നിന്ന്, ഭീരവ
അങ്ങനെ പേടിച്ചു വിറച്ച ശബ്ദത്താൽ അങ്ങനെ ഭയന്ന് നിൽക്കുകയായിരുന്നു. സർവേ ശർവവിരിഞ്ചവാസവമുഖ. ആരൊക്കെയാ? സർവേ എല്ലാവരും. പിന്നെയോ ശർവൻ പരമശിവൻ ശിവഭഗവാന്, വിരിഞ്ചൻ ബ്രഹ്മാവ്, വാസവമുഖ പ്രത്യേകമസ്തോഷത. ദേവേന്ദ്രൻ, വാസവമുഖൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്. എല്ലാവരും പ്രത്യേകമസ്തോഷത, പ്രത്യേകം അസ്തോഷത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രത്യേകമസ്തോഷത. പ്രത്യേകം എന്ന് പറഞ്ഞാൽ വേറെ വേറെ അവരവരുടേതായ രീതിയിൽ ബ്രഹ്മാവും ശിവനും ദേവേന്ദ്രനും അവിടെ കൂടിയിരുന്നവരും ഒക്കെ ഭഗവാനെ അങ്ങനെ സ്തുതിച്ചു. ആർക്കും തന്നെയും ഭഗവാനെ ഇങ്ങനെയൊരു രൗദ്രഭാവത്താൽ നിൽക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് വരുന്നതിന് ആർക്കും ശക്തി ഉണ്ടായില്ല, ധൈര്യം പോരായിരുന്നു. അങ്ങയുടെ ആ രൂപം കണ്ടാൽ ആർക്കാണ് അടുത്തേക്ക് വരാൻ കഴിയുക ഭഗവാനെ? അത്രമാത്രം ഭീതിതമായിട്ടുള്ള ആ ഘോര രൂപത്തെ ഭഗവാനെ കണ്ടിട്ട് എല്ലാവരും പേടിച്ചു മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഈ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഗർജന ശബ്ദവും. ആ സഭയാകെ ഒരു പേടിച്ചരണ്ട അവസ്ഥയിൽ നിൽക്കുകയാണ്, വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ആകെ ഇപ്പോൾ അവിടെ നിന്നും ഉള്ളത് ഈ ഒരു ഭഗവാന്റെ ഗർജന ശബ്ദം അല്ലാതെയുള്ള ശബ്ദം ഈ ശിവനും ശിവഭഗവാനും ബ്രഹ്മാവും ദേവേന്ദ്രനുമൊക്കെ അങ്ങയെ സ്തുതിക്കുന്ന ശബ്ദം മാത്രമേ ഇപ്പോൾ അവിടെ നിന്നും ഉയർന്നു കേൾക്കുവാനുള്ളൂ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താവൻ മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭമിത്തരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാകഗോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവഃ സർവേ ശർവവിരിഞ്ചവാസവമുഖാ പ്രത്യേകമസ്തോഷത. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: താവൻ മാംസവപാകരാളവപുഷം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഘോരാന്ത്രമാലാധരം, പിന്നെ മധ്യേ സഭമിത്തരോഷമുഷിതം. മധ്യേ സഭം ഇത്തരോഷം ഉഷിതമാണ്. അതുകൊണ്ട് മധ്യേ സഭമിത്തരോഷ, ആ മായ്ക്ക് ഇകാരം കൊടുക്കുക. ഇത്തരോഷം ഉഷിതം, അവിടെ ഇത്തരോഷം ഉഷിതം, മായ്ക്ക് ഉകാരം ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ ദുർവാര ഗുർവാരവം, പിന്നെ കോപി, അവിടെ ഉകാരം നീട്ടിയെടുക്കണം. പിന്നെയുള്ളത് ശർവവിരിഞ്ചവാസവമുഖ, അതും ശ്രദ്ധിക്കുക. പ്രത്യേകമസ്തോഷത, പ്രത്യേകം അസ്തോഷതയാണ് പദം പിരിക്കേണ്ട, മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകം നോക്കാം. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ മത്പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമഥാ സ്തോത്രൈരഥോദ്ഗായതസ്തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. പറയാം, ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി. ഭൂയഃ അപി അക്ഷതരോഷധാംനി ഭവതി. അക്ഷതരോഷധാംനി പറയാം. ഭൂയോ അപി, ഭൂയഃ അപി, പിന്നെയും അക്ഷതരോഷധാംനി, ക്ഷതമേൽക്കാത്ത അല്ലെങ്കിൽ അടങ്ങാത്ത രോഷധാംനി, ആ അടങ്ങാത്ത കോപത്തിനു മുൻപിൽ ഭവതി, അവിടുന്ന് ബ്രഹ്മാജ്ഞയാ ബാലകെ, സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ബാലകെ, ആരെ? ആ പ്രഹ്ലാദനെ അങ്ങോട്ട് ബ്രഹ്മാവ് നിയോഗിച്ച് എന്തിനാ ഭഗവാന്റെ കോപം അങ്ങോട്ട് അടക്കുവാനായിട്ട്.
ആ പ്രഹ്ലാദൻ എന്താ ചെയ്തത്? പ്രഹ്ലാദെ പതയോർനമത്യപഭയേ. ആ പ്രഹ്ലാദനാകട്ടെ 6 വയസ്സുള്ള ആ ഉണ്ണി നേരെ ഭഗവാന്റെ മുന്നിലേക്ക്, ആ ഹിരണ്യകശിപുവിൻ്റെ സിംഹാസനത്തിൽ ഭഗവാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ദേഹമാകെ രക്തത്തിൽ, ആ അസുര രക്തത്തിൽ കുതിർന്നിരിക്കുന്നു. ആ ഭഗവാന്റെ ദേഹത്തെ ഓരോ രോമവും, ആ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ദേഹമാകെ രോമങ്ങളായിരുന്നു. ആ രോമസമൂഹങ്ങൾ ആകെയും രക്തത്തിൽ കുതിർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മുന്നിലേക്ക് കണ്ണിൽ നിന്നും തീപാറുന്ന കോപത്താൽ അതീവ രൗദ്രഭാവത്തിലിരിക്കുന്ന ആ നരസിംഹമൂർത്തിയുടെ മുന്നിലേക്ക് ആ പ്രഹ്ലാദൻ പതുക്കെ നടന്നങ്ങോട്ടെത്തി. എന്നിട്ട് അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ മുന്നിലേക്ക് പ്രഹ്ലാദൻ നടന്നു വരുന്നു. എങ്ങനെയാ വന്നിട്ട് പതയോർനമത്യപഭയേ, ആ നരസിംഹമൂർത്തിയുടെ പതയോർനമതി അപഭയേ, പതയോഹ ആ പാദങ്ങളിൽ നമതി അങ്ങോട്ട് നമസ്കരിച്ചു ഭഗവാനെ. എങ്ങനെ? അപഭയേ, ഒട്ടും ഭയം തോന്നിയില്ല ആ പ്രഹ്ലാദന്. കാരണം ഈ കാട്ടുന്ന ലീലകളൊക്കെ ഭഗവാനെ അവിടുത്തെ വെറും ഒരു ലീല മാത്രമാണ്, എല്ലാം ഭഗവാന്റെ കൃപയാണ്, ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് നന്നായിട്ടറിയുന്ന പ്രഹ്ലാദന് ഈ രൂപത്തിലോ ഈ ഗർജനത്തിലോ ഒട്ടും ഭയം തോന്നിയില്ല. അതുകൊണ്ട് അപഭയേ നമതി, ഒട്ടും ഭയം കൂടാതെ വന്ന് ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ അങ്ങോട്ട് നമസ്കരിച്ചു. ആരാണ് ഈ ഭഗവാനെന്ന് മറ്റാരെയേക്കാൾ നന്നായിട്ടറിയാം. ഒരു പക്ഷേ ഹിരണ്യകശിപുവിനേക്കാൾ നന്നായിട്ടറിയാമായിരുന്നു ഭക്തപ്രഹ്ലാദൻ ആരാണ്. കാരുണ്യഭാരാകുല, ആ കാരുണ്യമൂർത്തിയായിട്ടുള്ള ആ ഭഗവാന്റെ മുന്നിലേക്ക്, ആ പാദങ്ങളിലേക്ക് വീണങ്ങോട്ട് നമസ്കരിച്ചു. ഭഗവാൻ ആ പാദങ്ങളിൽ തൻ്റെ ഭക്തനൊന്ന് സ്പർശിച്ചപ്പോൾ ഭഗവാൻ ശാന്തനായി. ഭഗവാൻ എന്താ ചെയ്തത്? ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി, ശാന്തഹത്വം, ഭഗവാനെ അവിടുന്ന് പെട്ടെന്ന് ശാന്തനായിട്ട് കരമസ്യ മൂർധ്നി, ഭഗവാനെ അവിടുത്തെ കരങ്ങൾ ആ ഉണ്ണിയുടെ മൂർധാവിലൊന്ന് വെച്ചിട്ട് സമഥ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് വെച്ചു എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് അനുഗ്രഹിച്ചിട്ട് സ്തോത്രൈരഥോദ്ഗായതസ്തസ്യാകാമധിയോപി. നോക്കൂ, ഇവിടെ പറയാ ഭഗവാൻ ആ ഉണ്ണിയുടെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചപ്പോൾ സ്തോത്രൈരഥോദ്ഗായത, സ്തോത്രൈഹി അഥ ഉദ്ഗായതഃ, സ്തോത്രങ്ങളാൽ ഭഗവാനെ അനന്തരം ആ ഉണ്ണി ഉദ്ഗായത, ഭഗവാനെ അവിടുത്തെ സ്തോത്രങ്ങൾ പാടി വാഴ്ത്തി അങ്ങോട്ട്. എന്നിട്ട് തസ്യ അകാമധിയോപി, തസ്യ ആ ഉണ്ണിക്ക്, ആ പ്രഹ്ലാദന് അകാമധിയോപി, ഒന്നും വേണമെന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയല്ല ഭഗവാനെ അവിടുത്തെ ഇത്രയും നാളും ആ ഉണ്ണി നമസ്കരിച്ചു കൊണ്ടിരുന്നത്, സ്തുതിച്ചുകൊണ്ടിരുന്നത്, ജപിച്ചുകൊണ്ടിരുന്നത് എല്ലാം അവിടുന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അകാമധിയോപി, യാതൊരു ആഗ്രഹവും ഇല്ലാതിരുന്നിട്ടു പോലും, അകാമധിയ അപി, യാതൊരാഗ്രഹവും ആ ബുദ്ധിയിലില്ല എന്നറിഞ്ഞിട്ടു പോലും തേനിധവരം ലോകായ ചാനുഗ്രഹം, ഇവിടെ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് തേനിധവരം, അങ്ങോട്ട് വരം കൊടുത്തു. വേണ്ട എന്ന് പറഞ്ഞപ്പോഴും ആഗ്രഹങ്ങളൊന്നും ഇല്ലാഞ്ഞപ്പോഴും വരം കൊടുത്തു. ലോകായ ചാനുഗ്രഹം, ഈ ലോകത്തിന് അനുഗ്രഹത്തെയും കൊടുക്കാനായിട്ട്. ഇവിടെ ആ കാരുണ്യമൂർത്തിയായ ഭഗവാൻ തൻ്റെ ഭക്തൻ ഒരാഗ്രഹവുമില്ല എന്നറിയാഞ്ഞിട്ടല്ല ചോദിച്ചത്. എന്തു വരമാണ് വേണ്ടതെന്ന് ഭഗവാൻ ചോദിക്കുമ്പോൾ ഭഗവാന് നന്നായിട്ടറിയാം ഈ 6 വയസ്സുള്ള കുഞ്ഞിന്, 6 വയസ്സിൻ്റെ അല്ല, ആ 6 വയസ്സിനുള്ളിൽ തന്നെ ശരിയായ ജ്ഞാനം നേടിയിരിക്കുന്നു. തന്നെ മാത്രമേ തൻ്റെ ആ ഉണ്ണിക്ക് വേണ്ടൂ. തൻ്റെ കൈകളിൽ ആ ഉണ്ണി പിറന്ന നാൾ മുതൽ സുരക്ഷിതനാണ്. ആ സംരക്ഷണ വലയത്തിൽ കഴിയുന്ന ആ ഉണ്ണിക്ക് മറ്റൊന്നും ഈ ലോകത്ത് അതിനേക്കാൾ വലുതായിട്ടില്ല എന്ന് നന്നായിട്ടറിയുന്ന ഭഗവാൻ എങ്കിലും തന്നെ സ്തുതിച്ചപ്പോൾ ചോദിച്ചു, ഉണ്ണി എന്താ വരം വേണ്ടതെന്ന് പറയൂ. ആ ഉണ്ണി പറഞ്ഞു, ഒന്നും വേണ്ട ഭഗവാനെ, എനിക്കൊന്നും വേണ്ട, എന്നും ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കുവാനുള്ള ഒരു അനുഗ്രഹം തന്നാൽ മതി ഭഗവാനെ. എത്ര പറഞ്ഞിട്ടും ഭഗവാൻ അടങ്ങുന്നില്ല. ഭഗവാൻ ഉണ്ണിക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊടുത്തേ മതിയാകൂ. ആ സമയത്ത് ഭഗവാനോട് പറഞ്ഞത്, ഭഗവാനെ
എൻ്റെ പിതാവ് അറിവില്ലായ്മ കൊണ്ടാണ് ഈ അധമ പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ പിതാവിനോട് പൊറുക്കേണമേ അവിടുന്ന്, അതുമാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ആ ഉണ്ണിക്ക് വലിയൊരു അനുഗ്രഹമാണ് കൊടുത്തത്. ഉണ്ണി, നിനക്ക് 21 തലമുറ മുൻപും 21 തലമുറ ശേഷവുമുള്ള നിൻ്റെ പരമ്പരയിൽപ്പെടുന്ന എല്ലാവർക്കും ഞാൻ മോക്ഷത്തെ നൽകും എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇത്രയും വലിയൊരു അനുഗ്രഹം ആ ഉണ്ണി പ്രതീക്ഷിച്ചതല്ല, ഉണ്ണി ആവശ്യപ്പെട്ടില്ല. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട്, അതിയായ ആ ഒരു കാരുണ്യഭാരം കൊണ്ട് ഭഗവാൻ കൊടുത്തതായിരുന്നു ആ ഉണ്ണിക്ക്. ആ അനുഗ്രഹം ലോകത്തിന് തന്നെ അനുഗ്രഹമായി മാറി. കാരണം എന്തേ, ഇവിടെ ഏറ്റവും വലിയ അനുഗ്രഹം ആ ഒരു അസുരന്മാരെ, ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഭഗവാൻ കൊടുത്തത്. അപ്പോൾ അങ്ങനെ വരം ആവശ്യപ്പെടാതെ തന്നെ ഭഗവാനെ അവിടുന്ന് തൻ്റെ ഭക്തന് വരം കൊടുത്ത് അനുഗ്രഹിച്ചുവല്ലോ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമഥാ സ്തോത്രൈരഥോദ്ഗായതസ്തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭൂയോപ്യക്ഷത ആണ്. പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അക്ഷതരോഷധാംനി ഭവതി. പിന്നെ പദയോർനമത്യപഭയേയാണ്, അതുകൊണ്ട് ത്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്ത കാരുണ്യഭാരാകുല, അവിടെ വിസർഗമുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ സമധാഹ്, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ നിർത്തുക. പിന്നെ അടുത്ത സ്തോത്രൈരഥോദ്ഗായതസ്തസ്യാകാമധിയോപി, അവിടെ കഴിയുന്നതും അത്രയും ചേർത്ത് വായിക്കുക. അവിടെ വായിക്കുമ്പോൾ സ്തോത്രൈർ അഥ ഉദ്ഗായതാണ്, അതുകൊണ്ട് സ്തോത്രൈരഥ എന്ന് പറയുന്ന ആ രായ്ക്ക് അകാരം കൊടുക്കുക. അതുപോലെ സ്തോത്രൈരഥോദ്ഗായതസ്തസ്യാകാമധിയോപി. ഇനിയും അത് ചേർത്ത് വായിക്കുമ്പോൾ അവിടെ ഇനിയും തുടക്കക്കാർക്ക് അത്രയും കൂടി ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ സ്തോത്രൈരഥോദ്ഗായതഃ, അവിടെ വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്തുക. എന്നിട്ട് തസ്യാകാമധിയോപി എന്നെടുക്കുക. അവിടെ തസ്യ അകാമധിയോപിയാണ് വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ ഓകാരം നീട്ടിയെടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ഏവം നാട്ടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിത ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമന്നത്യന്തശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോലംഘയേൽ പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാൽ പാഹി മാം. ഇവിടെ ഈ ഒരു ശ്ലോകം വരുമ്പോഴാണ് ഭഗവാന് എത്ര വലിയ ഒരു നടനായിരുന്നു എന്ന് ആ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് കാണിച്ചു തരുന്നത്. എന്താ പറഞ്ഞത്? ഏവം നാട്ടിതരൗദ്രചേഷ്ടിത വിഭോ. ഏവം ഇപ്രകാരം, നാട്ടിതരൗദ്രചേഷ്ടിത ഇപ്രകാരം അതിയായ കോപം അഭിനയിച്ചുകൊണ്ട് കാട്ടിയ എല്ലാ ചേഷ്ടകളും, അല്ലയോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ വിഭോ ശ്രീതാപനീയാഭിധ. അവിടെ ശ്രീതാപനീയാഭിധ ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമന്നത്യന്ത ശുദ്ധാകൃതേ. അവിടം വരെയും വലിയൊരു പദമാണ്, നമുക്ക് ചെറിയ ഇതായിട്ട് പറയാം. ശ്രീതാപനീയാഭിധ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീതാപനീയം എന്ന് പറയുന്നത് ഒരു ഉപനിഷത്താണ്. അതിൽ ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമൻ, ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രുതി അന്തസ്ഫുട ഗീത സർവമഹിമൻ. അവിടെ
ശ്രുതി വേദമാണെങ്കിലും ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഉപനിഷത്തിനെ കുറിച്ചിട്ടാണ്. ഈ ശ്രീതാപനീയം എന്ന് പറയുന്ന ഉപനിഷത്ത്, അത് നൃസിംഹതാപനീയം എന്നും പറയാറുണ്ട്. അപ്പോൾ ആ ഉപനിഷത്തിൽ സ്ഫുടഗീത വളരെ വ്യക്തമായി പറയപ്പെട്ടിട്ടുള്ള, പാടി വർണ്ണിക്കപ്പെട്ടിട്ടുള്ള സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ, സർവമഹിമൻ എല്ലാ മഹിമകളോടും കൂടി എന്ന് പറഞ്ഞാൽ അനന്തമായ മഹിമകളോട് കൂടിയ അത്യന്ത ശുദ്ധാകൃതേ, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്, നിത്യവും ശുദ്ധമായിട്ടുള്ളത്, മായകൾ ഏൽക്കാത്തതായിട്ടുള്ള, കൽമഷങ്ങൾ ഏൽക്കാത്തതായിട്ടുള്ള, എന്നും ശുദ്ധമായി നിലകൊള്ളുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ആ ഭഗവാനെ, അവിടുത്തെ എന്തൊരു നല്ല നാട്യമാണ്! ഇത്രയും വർദ്ധിച്ച കോപമൊക്കെ നടിച്ച് അവിടുന്ന് കാട്ടിക്കൂട്ടിയ ചേഷ്ടകൾ ഈ ലോകത്തിന് ഉപകാരത്തിന് വേണ്ടിയിട്ടായിരുന്നാൽ പോലും ഭഗവാനെ, അവിടുത്തെ ഒരു നാട്യം അത് അവർണ്ണനീയമാണ്. അതിൻ്റെ ഒരു ഭംഗി ഭഗവാനെ, കാരണം ആ നാട്യം ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് അങ്ങയുടെ ഈ നാട്യത്തിൻ്റെ ഈ ലീല ഏറ്റവും വളരെ മനോഹരമായിട്ട് ഈ അത്യന്ത ശുദ്ധാകൃതിയായിട്ടുള്ള, നിത്യബുദ്ധനായിട്ടുള്ള, നിത്യമുക്തസ്വരൂപമായിട്ടുള്ള, നിത്യശുദ്ധസ്വരൂപമായിട്ടുള്ള അവിടുത്തെ ഈ ഒരു ലീലയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അങ്ങയുടെ ഈ നാട്യത്തെക്കുറിച്ച് ശ്രീതാപനീയം എന്ന് പറയുന്ന ഉപനിഷത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേൽ. തത്താദൃങ്നിഖിലോത്തരം, എൻ്റെ ഭഗവാനെ, ഈ ഏറ്റവും ശുദ്ധമായിട്ടുള്ള, തത്താദൃങ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോടും ഉപമിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള, നിഖിലോത്തരം ഈ സർവ്വതിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളതുമായിട്ടുള്ള, പുനരഹോ അല്ലയോ ഭഗവാനെ, അങ്ങനെയുള്ള അവിടുന്ന് കസ്ത്വാം പരോ ലംഘയേൽ, കസ്ത്വാം ഭഗവാനെ, അങ്ങല്ലാതെ ആർക്കാണ്, പരോ എന്ന് പറഞ്ഞാൽ മറ്റാർക്കാണ്, പരഹ മറ്റുള്ള ആർക്കാണ്, ലംഘയേൽ ഈ ഒരു അങ്ങയുടെ പാർഷദനായിട്ടുള്ള ഈ ഹിരണ്യകശിപുവിനെ, പാർഷദൻ്റെ ശാപം കിട്ടിയ ജന്മമാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഹിരണ്യകശിപുവിനെ അതിക്രമിക്കുവാൻ അങ്ങല്ലാതെ മറ്റാർക്കാണ് കഴിയുന്ന ഭഗവാനെ? അങ്ങനെയുള്ള അവിടുത്തെ ഈ നാട്യം എത്ര സുന്ദരമാണ് ഭഗവാനെ! ഈ നാട്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ശ്രീതാപനീയം എന്ന് പറയുന്ന ഉപനിഷത്തിൽ വളരെ ഭംഗിയായി പാടി സ്തുതിച്ചിട്ടുണ്ടല്ലോ ഭഗവാനെ. അല്ലയോ ഭഗവാനെ, പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാൽ പാഹിമാം. അല്ലയോ പ്രഹ്ലാദപ്രിയനായിട്ടുള്ള അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ സർവ ആമയാൽ എന്നെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പാഹിമാം രക്ഷിക്കണമേ. അപ്പോൾ ഈ ഭഗവാൻ ഇത്രയും നേരവും ചെയ്തതൊക്കെ, ഈ ഇത്രയേറെ കോപം അഭിനയിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ പോലും ഇരിപ്പിടത്തിൽ നിന്നും ഇളക്കി, ഈ സമുദ്രവും പ്രപഞ്ചവും ഭൂമിയൊക്കെ വിറങ്ങലിച്ചു, സമുദ്രമൊക്കെ ഇളകി മറിഞ്ഞു, താരാഗണങ്ങളൊക്കെ താഴെ വീണു തൻ്റെ സ്ഥാനങ്ങളിൽ നിന്നും എന്ന് വേണ്ട ഇത്രയേറെ നടിച്ച അവയെയൊക്കെ ഭയപ്പെടുത്തിയ, ഒരു നിമിഷം ഭയപ്പെടുത്തിയത് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് അധർമ്മകാരികളായിട്ടുള്ളവർ ദോഷമാണെന്നറിഞ്ഞുകൊണ്ട് അവരെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ അത്യന്ത ശുദ്ധാകൃതിയായിട്ടുള്ള അവിടുന്ന് കാണിച്ച ഈ ലീല വളരെ മനോഹരമായിട്ടാണ് ആ നൃസിംഹതാപനീയത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് ഭഗവാനെ. എന്ന് തന്നെയല്ല, അങ്ങയുടെ പാർഷദനായിട്ടുണ്ടായിരുന്ന ആ ഹിരണ്യകശിപുവിനെ അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കാണ് ഭഗവാനെ അതിക്രമിക്കുവാൻ കഴിയുന്നത്? ഇത് അങ്ങയുടെ ലീലയാണെന്നുള്ളത് വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ് ഭഗവാനെ. അങ്ങനെയുള്ള അവിടുന്ന് വിചാരിച്ചാൽ ഇതേപോലെ സർവ്വപ്രപഞ്ചത്തെയും കിട്ടുകിട്ടാ വിറപ്പിക്കുവാൻ കഴിയുന്ന അവിടുന്ന് വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് എന്താണുള്ളത് ഭഗവാനെ? ഈ ഉള്ളവൻ്റെ എല്ലാ രോഗദുരിതങ്ങളെയും അവിടുന്ന് മാറ്റിത്തരയണമേ. അല്ലയോ പ്രഹ്ലാദപ്രിയനായിട്ടുള്ള ഗുരുവായൂരപ്പ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
ഏവം നാട്ടിതരൗദ്രചേഷ്ടിതവിഭോ ശ്രീതാപനീയാഭിധശ്രുത്യന്തസ്ഫുടഗീതസർവ महिमन्नत्यन्तशुद्धाकृते तत्तादृङ्निखिलोत्तरं पुनरहो कस्त्वां परोलङ्घयेन् प्रह्लादप्रिय हे मरुत्पुरपदे सर्वामयाल् पाहि मां प्रह्लादप्रिय हे मरुत्पुरपदे सर्वामयाल् पाहि मां प्रह्लादप्रिय हे मरुत्पुरपदे സർവാമയാൽ പാഹി മാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണെന്ന് തന്നെ പറയാം. കുറച്ച് സമസ്ത പദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എളുപ്പമാണ്. സമസ്ത പദങ്ങൾ പറയുമ്പോൾ ശ്രീതാപനീയാഭിധ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമന്നത്യന്ത ശുദ്ധാകൃതേ, അവിടം വരെയും കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഇനി അവിടെ വായിക്കുമ്പോൾ ശ്രീതാപനീയാഭിധ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമന്നത്യന്ത ശുദ്ധാകൃതേ, അവിടെ അത്യന്ത ശുദ്ധാകൃതയാണ്. കൂട്ടക്ഷരമാണ്, കട്ടിയിൽ വായിക്കുക. ഇനിയും അത്രയും കൂടി ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ശ്രീതാപനീയാഭിധ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ, അവിടം വരെ വായിച്ചിട്ട് താഴെ അത്യന്ത ശുദ്ധാകൃതേ എന്ന് വായിക്കുക. പിന്നെ അടുത്തത് പുനരഹോ, രായ്ക്ക് അകാരം കൊടുക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. പിന്നെ ഒന്ന് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപതേ സർവാമയാൽ പാഹി മാം, അത് 3 തവണ വായിക്കണം. ഇതിത്രയുമാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് അങ്ങനെ നരസിംഹാവതാരം ഭഗവാൻ ഇച്ഛിച്ചതുപോലെ ഈ ഉള്ളവളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സമ്പൂർണ്ണ പാരായണ സമർപ്പണമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.